ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗോവയിലെ പലോലം ബീച്ച് എന്ന് പറയും, പലോലിയം ബീച്ച് എന്ന് പറയും. ആ ബീച്ചിന് കുറച്ചടുത്തായിട്ടുള്ള ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ. അങ്ങനെ അതാ ആവോലി കണ്ട, ഐസ് പോലും ഇടാത്ത ഫ്രഷ് മീനാണ്. 1000 മുകളിലാണ് വില. മാച്ചാന് പിന്നെ 600-700 ഒക്കെ ഉള്ളൂ. അപ്പൊ എന്തായാലും മാച്ചാൻ മേടിക്കാന്ന് വിചാരിച്ചേക്കുവാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് മീൻ മേടിച്ച് വെട്ടിക്കൊണ്ടുപോയിട്ട് എന്തുവാണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങളുടെ പുറകിലൊരു ചേച്ചി മീൻ വെട്ടാൻ വേണ്ടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ചേച്ചിയുടെ മീൻ വെട്ടാൻ വേണ്ടി കൊടുത്തേക്കുവാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പൊ മീൻ വെട്ടുന്ന ചേച്ചി ഒരു കില്ലാടിയാണ്. വലിയ വലിയ മീനൊക്കെയാണ് ചേച്ചി വെട്ടുന്നത്. കണ്ട മീൻ വെട്ടാൻ വേണ്ടി, മീൻ വെട്ടുന്നത് മേടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ മാച്ചാനൊക്കെ വെട്ടിയിട്ട് നേരെ വണ്ടി എടുത്തിട്ട് പോവാണ്. അങ്ങനെ നമ്മള് പലോലിയം ബീച്ചില് ടെന്റ് അടിക്കാൻ പോവാണ്. ടെന്റ് അടിച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടാ. നമ്മള് എനിക്കൊരു വലിയൊരു ആവോലിയൊക്കെ മാച്ചാനൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അന്നേരം ഞാൻ എപ്പ ചൂണ്ടിട്ടാലും പറയും മാച്ചാൻ ആവോലി. അന്ന് ഇന്ന് എന്റെയൊക്കെ ബബ്ലൂസ് പറഞ്ഞ് എന്റെ തസ്മിയ ടെൻഷൻ അടിക്കണ്ട. ഇന്ന് ഞാൻ ഇവിടുന്ന് ഒരു ബബ്ലൂസിന് ബബ്ലൂസ് ഒരു ആവോലി ഇല്ലെങ്കിൽ മാച്ചാൻ എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ലൊരു മാച്ചാനാണ്. എപ്പോഴും ഞാൻ മാച്ചാൻ എന്ന് പറയുന്ന പറഞ്ഞാൽ എനിക്ക് ഒരു മാച്ചാൻ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് അങ്ങനെ 1 കിലോ ഒന്നും ഇല്ല, ഒരു 3/4 കിലോ അടുത്തുണ്ട്. അങ്ങനെ ഒരു മാച്ചാനെ പൊക്കി ഞാൻ കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങള് അതൊന്ന് ഫുഡ് അല്ലെ ഇവിടെ വെച്ച് കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കണമെന്നൊരു ആഗ്രഹം ആരംഭം. പിന്നെ ഇത് പലോലിയം ബീച്ച്. നമ്മൾ പലോലിയം ബീച്ചിൽ കൂടെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പാത്രങ്ങളും പൊടികളും വെളിച്ചെണ്ണ എടുത്താ എപ്പോഴെങ്ങനെയാന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കും തസ്മീർ എല്ലാം എടുത്താ? അപ്പൊ തസ്മീർ ഉറപ്പാ. ഞാൻ പറഞ്ഞ ഉറപ്പാ. ഞാൻ താൻ ഉറപ്പെന്ന് പറഞ്ഞോണ്ടാണ് എനിക്ക് ഉറപ്പില്ലാത്ത. എല്ലാം എടുത്ത് അവസാനം എന്ത് ചെയ്യുന്നറിയാം, നമ്മള് വീഡിയോ എടുക്കേണ്ട അവിടെ വരുമ്പോ അതിന്റെ മെയിൻ സാധനം കാണത്തില്ല. പിന്നെ തിരിച്ചു വരും. രാവിലെ അങ്ങനെ വെളിച്ചെണ്ണ സംശയമായി. അങ്ങനെ വെളിച്ചെണ്ണ ഭാഗ്യത്തിന് എന്നിട്ട് സംശയമാണ് വെളിച്ചെണ്ണ എടുത്താൽ. ഞാൻ ഇറങ്ങിയപ്പോ ചോദിച്ചു എടുത്താ അന്നേരം 100% ഉറപ്പ് പറഞ്ഞാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഒരു സംശയം. നിങ്ങളെ ആള് മാറിപ്പോയിക്കുവാ. ഒമാനി അറബി വേഷത്തിലാ വന്നേക്കുന്നത് പലോലിയം ബീച്ചില്. മിക്കവാറും ഇനി അറബിയാന്ന് ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോവാന്നാണ് എന്റെ ഒരു പേടി. ഒരു മോഹൻലാൽ ശ്രീനിവാസന് നടക്കുന്ന പോലെ കോൺഗ്രസ് കിടക്കുന്നുണ്ട വെയിലും കൊണ്ട്. ഞാൻ ഈ ഇതിലെ വെയിലത്തോട് നടന്നാൽ എന്റെ കൈയും മേലെന്നെ പൊള്ളി. നീ എന്തിട്ട് വെളുപ്പിക്കുന്നത് പോലും എനിക്കറിയത്തില്ല നാട്ടിൽ ചെല്ലും. ഇവിടെ ഇവർക്ക് അങ്ങനെ അതൊരു പൊഴിമുഖമാണല്ലോ സ്മിറ. പൊഴിമുഖമല്ല, വേറെന്ത് വരുന്ന അതിന് പറയുന്നത്. നമ്മള് ഇങ്ങനെ നടന്നെത്തി കേട്ടാ. അതെ, കോട്ടേജ് കണ്ട മുകളിലും താഴെയായിട്ട്. ഇവിടെയൊക്കെ സ്റ്റേ ചെയ്തിട്ട് ഈ ബീച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക കിടക്കുക ഒക്കെ ചെയ്യാം. പൊളി വൈബാണ്, പൊളി വൈബ്. താമസിക്കുന്നത് ഇതുപോലെ ഇരിക്കുന്നതാണ്, പക്ഷെ ഇത് നീങ്ങിയാന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ 8,000-10,000 ഒക്കെയാണ് റേറ്റ്. സീസൺ ആയോണ്ട് അപ്പൊ അതിന്റെ പകുതി പൈസക്ക് ഓഫ് സീസണിൽ കിട്ടും. മഴ സമയമില്ല അന്നേരമൊക്കെ വന്ന. അന്നേരം ഇവിടെ ആരും കാണത്തൂല. കടലൊക്കെ കയറി ഭയങ്കര മഴയാ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല. ഇതെല്ലാം മഴവെള്ളം കയറി പോകും. പിന്നെ അടുത്ത വർഷം വീണ്ടും അവര് പുതിയത് കിട്ടും. അങ്ങനെയാണ്. 6 മാസത്തേക്കൊക്കെയാ ഓരോരുത്തർക്ക് കൊടുക്കുന്ന ലൈസൻസ്. അത് കഴിയുമ്പോ വീണ്ടും കൊടുക്കുമെങ്കിൽ വീണ്ടും അത് ഇതാക്കി എടുക്കും, പുതുക്കി. അല്ലെങ്കിൽ അടുത്ത ആൾക്കാർ വാങ്ങിക്കും. എന്തായാലും കൊള്ളാല്ലേ. ഷീറ്റ് വേണ്ടേ? അങ്ങനെ നമ്മുടെ അറബി ഇതിന്റെ അകത്ത് കയറി പലോലിയം ബീച്ചിൽ വന്നിട്ട് ടെന്റ് ഒക്കെ അടിച്ചിട്ട് നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ബബ്ലൂസ് കുക്കിങ്ങിലേക്ക് തുടങ്ങും. ബബ്ലൂസ് എനിക്ക് മാച്ചാൻ ഫ്രൈ ചെയ്ത് തരും അല്ലേ ബബ്ലൂസ്? ഓക്കെ. ഹായ് ബബ്ലു.
ബബ്ലൂസേ ടെന്റിൽ അങ്ങനെ അവിടെ ഇരുന്നാ പോരാ, ഫുഡൊക്കെ റെഡിയാക്ക്. പക്ഷെ ആദ്യമായിട്ടാണെങ്കിലും നമ്മൾ പൊളി വൈബുള്ള സ്ഥലത്താണ് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നേക്കുന്നത് ആ കുഞ്ഞു സ്റ്റൗ ആണ് കേട്ടാ. കണ്ടു കഴിഞ്ഞ സ്റ്റൗ ആണെന്ന് പോലും തോന്നില്ല, കുഞ്ഞൊരു സ്റ്റൗ, പക്ഷെ വലിയ പാത്രം വരെ അതിൻ്റെ അകത്ത് ഇരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. കൂടാതെ കുഞ്ഞു ഗ്യാസ് കുറ്റിയുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും അത്യാവശ്യം പെട്ടെന്നൊന്ന് ഗ്യാസ് തീർന്നു പോയാൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ 2 എണ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊടി ഐറ്റംസ് എല്ലാ സർവ്വ സന്നാഹങ്ങളുമായിട്ട് വന്നേക്കുവാണ്. അതാ കുഞ്ഞി ഗ്യാസ് കുറ്റി ഫിറ്റ് ചെയ്യുവാണ്. കുഞ്ഞു സ്റ്റൗവും കുഞ്ഞു ഗ്യാസ് കുറ്റിയും കണ്ട. ഇതാണ് രസമുണ്ടല്ലേ, ഇതിൻ്റെ അകത്ത് വലിയ പാത്രമൊക്കെ ഇരിക്കുന്ന കണ്ടോളെ. കേട്ടാ രസം കുളിക്കാൻ മതി. എല്ലാം കഴുകി വെച്ചതാ. അത്രയും ചായയാണോ? ഇതിലോട്ട് തീ പിടിക്കല്ലേ, ഉണക്കക്കമ്പ് ഇപ്പുണ്ട്. കണ്ണി കമ്പ് കൊണ്ട് കയറല്ലോ. ഇത്തിരി കൂടെ പഞ്ചസാര ഇടി, ഇത്രയൊന്നും പോരാ. അത് മധുരം കാണത്തില്ല കേട്ടോ അത്രയും ചായക്ക്. പിന്നെ എന്തിനാണ് ഇടുന്നത്? കൂടുതൽ മധുരം കഴിക്കാത്ത ഒരാള്. ആദ്യം തന്നെ ചായ ഇട്ട് നിൽക്കാൻ. കുടിച്ച് നല്ല അടിപൊളി ചായ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ ഇട്ട് തന്ന് തുണി എവിടുന്ന് കിട്ടിയ സാറേ ചായ കുടിക്കുന്ന? പാൻറ് കയറിയത് കൊണ്ടാണ് വന്നത് ഇത്രയും. അപ്പൊ നമ്മള് ഇന്ന് എണ്ടടിച്ച് കുക്ക് ചെയ്യാൻ പോകുന്നത് മാറ്റം ഫ്രൈ ആണ് കേട്ടാ. ഞാൻ കുക്കിയിട്ട് എല്ലാം കഴിച്ച് കഴിയുന്നു. അത് മുളക് അതെല്ലാം എടുത്ത് പുറത്തു പോയി എല്ലാം പൊടിയെടുക്കും. ഹായ്. ഹായ്. ഇതിന്റെ അകത്ത് ഇരിക്കുമോന്ന് അറിയത്തില്ല, നോക്കാം. ഇരിക്കും. ഞാൻ ഓർത്ത് ഇരിക്കത്തില്ലെന്ന് കേട്ടാ. അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ട വേണ്ട കരിഞ്ഞു പോവും. സഹായിച്ചില്ലും വേണ്ട, ഉപദ്രവിക്കരുത്. അങ്ങനെ മാറ്റാൻ ഫ്രൈ ഉണ്ടാക്കുവാണ് കേട്ടാ. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവം. പലരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് അത് സഫലമായിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊന്നും സാധിച്ച വളരെയധികം സന്തോഷം. എല്ലാവർക്കും നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ എല്ലാവർക്കും പിന്നെ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ മനസ്സ് വെക്കണം, പക്ഷെ മിക്കവരും അത് വെക്കത്തില്ല.
കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഞങ്ങൾ പ്ലെയിൻ റൈസ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഇതോട്ടം വിശന്നിക്കുന്ന ഒന്നും കഴിച്ചിട്ടില്ല. ബ്രെഡും ഉണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല. വീഡിയോ ഒക്കെ എടുക്കാൻ പോയേക്ക് വരുന്നു. നിങ്ങളെ വല്ലതും അറിയുന്നുണ്ടോ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അതിനെ കൊണ്ട് എത്ര കിലോമീറ്റർ പോയിട്ടാണ് വന്നത്. അടുത്തതേ ഇത് ഇനി ഇത് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കഴിക്കാം. എന്നിട്ട് പിന്നെ ഇത് ഫ്രൈയും നമ്മൾ ചോറുമായിട്ട് കഴിക്കും. ഇത് കണ്ട നോക്കിയേ, ഇതൊരു ഐലൻഡ് ഞാൻ പറയില്ലേ, കടലിന്റെ ഇങ്ങോട്ട് മാറിയ ഒരു ഭാഗമാണ്. അതിന് വെള്ളമൊന്നും വരത്തില്ല. നല്ല രസമുള്ള ഒരു സ്പോട്ട്. പുഴ നീന്തി കടന്ന് വരുന്ന പോലെ ഇവിടെ വന്നത്. പക്ഷെ ഇത്രയും സാധനമൊക്കെ ആയിട്ട് വരാൻ പാടുപെട്ട് നനഞ്ഞി ഒരു ഇതായിട്ടാ വന്നത്. അങ്ങനെ എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. നല്ല സ്റ്റൗ അല്ലേ, കുഞ്ഞു സ്റ്റൗവും കുഞ്ഞു കുറ്റി. ചിലപ്പോഴൊക്കെ നമുക്കിത് ഒക്കെ ചിന്തിക്കുമ്പോ അതിശയം വരും. അങ്ങനെ ദാ മാറ്റാൻ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ്. വെട്ടിത്തിളച്ച എണ്ണയ്ക്കകത്ത്. ഹസ്ബൻഡ് ചിരിയൊക്കെ ഒന്ന് കാണണമേ. ഒമാനി നമ്മുടെ കാശ്മീർ അല്ല, ഒമാനി അറബി. അങ്ങനെ ഒമാനി അറബിയ ഞാൻ തട്ടിക്കൊണ്ടിങ്ങി പോകുന്നതാണ്. നിങ്ങൾ നോക്കിയേ, നീ അറബി പറഞ്ഞ അറബിക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കൈപ്പുണ്യം അറിയാൻ വേണ്ടി വന്നതാണ്. ആശൻ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുവാണ്. കുറച്ചേരം പിടിക്കും ഇത് കുക്കായി വരാൻ. എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ തട്ടിക്കൂട്ടിയ ടേസ്റ്റ് ഉണ്ടായില്ലേ നമുക്കൊന്ന് നോക്കണ്ടേ. കാശ്മീർ പിന്നെ എത്ര തട്ടിക്കൂട്ടിയാലും മീനാണെങ്കിൽ ആശാൻ അടിച്ചോളും. ശരിക്കും എനിക്ക് പോലും തരത്തില്ല കേട്ടാ, ഉണ്ടാന്ന് പോലും ചോദിക്കത്തില്ല. മീനിന്റെ കാര്യത്തിൽ അത്രക്ക് ഇഷ്ടമാണ്. എണ്ണയിൽ വെട്ടി തിളക്കുന്ന കണ്ടാ. പാടാണ് ഈ സ്റ്റൗവിലൊന്ന് പിടിക്കണം. അതോ തിരിച്ചിടാഴ്ച പാടാണ്. ഗ്രില്ല് ചെയ്യുന്ന നല്ലത്. ഉണ്ടാ ഇത് പൊടി സ്റ്റൗ കെട്ടൊന്നുമില്ലല്ലോ. സാറില്ല. ഓക്കെ, ഗ്യാസ് കത്തുന്നുണ്ടോ നോക്കിയേ. ഒന്നും കുഴപ്പമൊന്നുമില്ല. കൂട്ടിയിട്ടോ. അങ്ങനെ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്ത് ഭാഗ്യമുള്ളവര് കഴിച്ചു. എനിക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് തൊണ്ടവേദനയാണ്ട് ഇങ്ങോട്ട് ഇറക്കാൻ പോലും പറ്റിയില്ല. അപ്പൊ ആ കിട്ടിയ ചാൻസ് തസ്മീർ മുതലെടുത്ത് തസ്മീർ ഫുള്ള് കഴിച്ച്. പ്ലെയിൻ റൈസ് വാങ്ങിച്ചോണ്ടാ വന്നത്. പിന്നെ ബ്രെഡും ഉണ്ടായിരുന്നു, അതും കുട്ടി കഴിച്ചു. അതിനുശേഷം എന്തേ പുഴയെ വന്ന് പാത്രം കഴുവാണ് കേട്ടോ. ഇത് അധികം ആർക്കും അറിയാത്ത ഒരു സ്ഥലമാണ്. ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര പാടാണ് കേട്ടോ. പലോലം ബീച്ച് എന്ന് പറയും ഗോവ. അതിന്റെ ഒരു മൂലയാണ്. കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും ഇടവിട്ട് കടൽ ഉൾവലിഞ്ഞ് പോകും. ഇനി കുറച്ച് സന്ധ്യയാകുമ്പോ കടൽ കയറി വരും. അതിനുള്ളിൽ ഇവിടുന്ന് എല്ലാരും ഓടി രക്ഷപ്പെടും കേട്ടോ. വെള്ളം കയറി വരുമ്പോഴേ ഇവിടുന്ന് പോകും, നല്ല പണി കിട്ടും. അപ്പൊ കടല് ഉൾവലിഞ്ഞും ഈ പുഴ നീന്തിക്കടന്നും അതുകൂടാതെ പാറക്കെട്ടുകളും കടന്ന് വേണം ഇവിടെ എത്താൻ. കാടുകളും പാറക്കെട്ടുകളുമാണ്. അങ്ങോട്ടൊന്ന് കാണണം. നിങ്ങൾ ചാന്തപൊട്ടെന്ന് പറഞ്ഞ സിനിമ കണ്ടില്ലേ? അത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കൊതിച്ചു പോകും. ആ ഗോപിക ഇങ്ങനെ വെള്ളത്തിലും പാറക്കെട്ടിലൊക്കെ കിടന്ന് മറിയുന്നില്ലേ? അതൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇതിന്റെ പുറകോട്ട് പോകുമ്പോഴാണ്. ഈ പുഴയൊക്കെ അതിലുണ്ട്. എന്ത് രസമാണെന്നറിയാം, എന്ത് രസമാണെന്ന് നോക്കിയേ എന്റെ പൊന്നോ. ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാനും ഇതുപോലുള്ള ഒരു കാഴ്ച കാണാനും, കൂടാതെ എനിക്ക് ഇവിടെ വന്ന് പാത്രം കഴുകാനൊക്കെ ഒരു ഭാഗ്യം തന്നെ വേണം അല്ലേ? എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഭാഗ്യം ഉണ്ടായിട്ടാണ് ഞാനിവിടെ വന്നത്, ഇത് കാണാൻ പറ്റിയത്. എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ടല്ല. അറിയുന്നവർ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും വരും. ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ആരും നമ്മളെ ശല്യം ചെയ്യാനൊന്നും വരത്തില്ല. ഇവിടെ ഫുള്ള് പാറക്കെട്ടും കാടും മല പോലെയൊക്കെയാണ് കേട്ടാ. ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും വരുന്ന ഫോറിനേഴ്സ് ആണ്. നമുക്ക് പുറകിലോട്ട് പോകുമ്പോ കാണാൻ പറ്റും. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ വരുമ്പോ കയറി കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും തസ്മീർ ഭയങ്കര ഹാപ്പി ആയിട്ട്, കാരണം വലിയൊരു മീൻ
കണ്ടതാണല്ലോ. അത് ഒറ്റയ്ക്ക് കഴിച്ച് കുഴഞ്ഞു കിടന്നുറങ്ങി. അതിനുശേഷം ദേ നോക്കിയേ, വേണ്ട ഞാനൊന്ന് കിടക്കുന്നത്, രണ്ടുപേർക്കും കൂടെ എന്തായാലും കിടക്കാൻ പറ്റും, വേണ്ടെന്ന് വെച്ചതാണ്. അങ്ങനെ ഞാൻ എഴുന്നേക്കാൻ വേണ്ടി ആശാൻ ചായക്ക് ഇടുവാണ്. ഞങ്ങക്ക് പോകണ്ടേ, അപ്പൊ പോയില്ലേ പണി കിട്ടും. ഇരുട്ടി വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കടലിങ്ങോട്ട് കയറി വരും. കടല് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവനം കൊണ്ട് ഓടണം. ഇങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുവാണല്ലേ എന്റെ പൊന്നെ, ഇതിനെ ഞാൻ എങ്ങനെ വർണ്ണിക്കാനാണ്, എനിക്ക് പോലും അറിയത്തില്ല. കുറെ ആൾക്കാർ പാറയുടെ മുകളിലൊക്കെ കയറിപ്പോണ്ടേ. വലിയൊരു പാറ, എവറസ്റ്റിനെ പോലെ ഇരിക്കും. എവറസ്റ്റ് കൊടുമുടിയുടെ അത്രയുള്ള പാറയൊക്കെ ഉണ്ട്. അതിന്റെ മുകളിലൊക്കെ ഓരോരുത്തർ കയറി നിൽക്കുക. അപ്പൊ അവരൊക്കെ കടല് ഇതുപോലെ ഇറങ്ങിയല്ലോ, കടലിങ്ങനെ ഇനി തിരിച്ച് ഇങ്ങോട്ട് വരും. ഇപ്പം ഇറങ്ങിപ്പോയിക്കോ, എനിക്ക് കയറി വരുമ്പോഴത്തേക്ക് അവരെല്ലാം ഓടും അവിടുന്ന്. പിന്നെ കുറെ ഫോറിനേഴ്സ് ഇവിടെ വെയിൽ കൊള്ളാൻ കിടപ്പുണ്ട്. പിന്നെ ഇത് ഒരു സീക്രട്ട് സ്പേസ് എന്ന് വേണേൽ പറയാം. അത് ആർക്കും അറിയാത്ത ഒരു രഹസ്യ സങ്കേതം എന്ന് പറയാം കേട്ടാ. കാടും മലയും പുഴയും കടലും ഇതൊന്നും അല്ല, ഞാൻ പറയില്ലേ, ഇതിന്റെ പുറകിലോട്ട് പോകുമ്പോ ഉള്ള കാഴ്ച ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവും. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് തിരിച്ചു പോകുന്നത്? പക്ഷെ തിരിച്ചു പോയില്ലെങ്കിൽ പണിയാണ്. എന്നാ അവിടെ വന്ന് ആര് ശല്യത്തിനൊന്നും കാണത്തില്ല കേട്ടോ. ഈ കാട്ടിലൊക്കെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുവാണ്. കുറെ ആൾക്കാരൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, ഇരിക്കും കിടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയില്ലേ, ഇതൊരു സീക്രട്ട് സ്പേസ് ആണെന്ന്, സീക്രട്ട് സ്ഥലമാണെന്ന് ഗോവയില്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ എന്തായാലും വരണം, വന്ന് കണ്ടേ പറ്റത്തുള്ളൂ. ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒരിക്കലെങ്കിലും വരാൻ വേണ്ടി നിങ്ങൾ കൊതിക്കും കേട്ടോ. ഈ ഞങ്ങൾ വീഡിയോ പിടിച്ചോണ്ടുമ്പോ ഇതൊക്കെ കുക്ക് ചെയ്തതിന്റെ ഇടയിൽ കുറെ ഇന്ത്യൻസ് 1-2 പേരൊക്കെ ഇങ്ങനെ വന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് ആർക്കും അറിയത്തില്ലല്ലോ. അതൊക്കെ മലയാളികൾ, നമ്മുടെ കർണാടക അവിടെയൊക്കെ ഉള്ളവരൊക്കെയാ. മലയാളികളെ ഒന്നും കണ്ടൊന്നുമില്ല, അങ്ങനെ തിരക്കൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആദ്യം ആർക്കും അറിയത്തില്ലെന്ന്. എന്തായാലും കശ്മീർ കണ്ടുപിടിച്ച സ്ഥലമാണ് കേട്ടോ. എങ്ങനെ കണ്ടുപിടിച്ചെന്നാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്, എനിക്കറിയത്തില്ല എന്തായാലും. അങ്ങനെ അതെ ചായയൊക്കെ ഇട്ടോണ്ടിരിക്കുവാണ്. വന്നപ്പോ തന്നെ ഒരു ചായ ഇട്ട് തന്നു, അത് കുടിച്ച്. എന്തിനാ, ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി. ഞാൻ പാചകമൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ, കുക്ക് ചെയ്യണ്ടേ. അതിനുശേഷം പിന്നെ എല്ലാം ഉണ്ടാക്കി കൊടുത്ത് പിന്നെ എനിക്കൊന്ന് ഇച്ചിരി നേരം കിടക്കാം, കാറ്റൊക്കെ കൊണ്ട് ഇവിടെ കിടക്കണ്ടേ. എന്ത് രസമാണോ എന്റെ പൊന്നോ, എനിക്ക് സങ്കല്പിക്കാനേ പറ്റുന്നില്ല. അപ്പൊ ഇനി എഴുന്നേറ്റ് പോകാൻ വേണ്ടി ആശാൻ ചായയൊക്കെ ഇടുവാണ്. എന്തായാലും ഇപ്പോഴെങ്കിലും ഒരു പണി കൊടുക്കണം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചായ എനിക്കൊരു സ്വസ്ഥത തരത്തില്ല. 100 ചായകളും കുടിക്കും പുറത്തു പോയാലും. വീട്ടിലൊന്നും ഞാൻ തന്നെ ഇട്ട് കൊടുക്കണ്ടേ, ഇട്ട് കൊടുത്തില്ലേല് പണിയാണ്. ദേഷ്യം വരും ആശാൻ, ചായ ഭ്രാന്താണ്. അപ്പൊ ഇവിടെ വരുമ്പോഴെങ്കിലും പണി കൊടുക്കണ്ട തിരിച്ചിട്ട്. ഞാനും ഇവിടെ വരെ കിടക്കുവാണ്. ഇതുപോലുള്ള ഘട്ടങ്ങളിൽ വരുമ്പോ നമ്മളും തിരിച്ച് പണി കൊടുക്കും. ഇപ്പൊ 2ാമത്തെ ചായ, വന്നപ്പോ ഒരു ചായ, ഇപ്പൊ അടുത്ത ചായ. ഇതൊക്കെ എനിക്കിട്ട് തരുന്നത്, എനിക്കിട്ട് കൂടാതെ പുള്ളിക്കാരനെ കുടിക്കാൻ വേണ്ടിയാട്ടാ. എന്തായാലും തനിയായിട്ട് കുടിക്കട്ടെ, നല്ല രസമല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് ഇതുപോലൊക്കെ ആസ്വദിക്കുന്നത്. അങ്ങനെ നമ്മള് ചായയൊക്കെ ഇട്ട് ഇനി കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പോകാൻ. അങ്ങനെതാ ചായയൊക്കെ റെഡിയായി. എനിക്ക് വരുവാണ് കേട്ടാ. ജീവിതത്തിൽ അങ്ങനെ തസ്മേന്റെ കൈ കൊണ്ടൊരു ചായ കുടിക്കാൻ വേണ്ടി ഭാഗ്യം കിട്ടി കേട്ടാ. കുടിച്ചു നോക്കിയിട്ട് കുറ്റം പറയണം. തസ്മേന് സാധാരണ ഞാൻ ചായ കൊടുക്കുമ്പോ മിക്കപ്പോഴും എന്നെ കുറ്റം പറയും. ഭയങ്കര കടുപ്പം വേണം, ഈ കറുത്തിരിക്കണം. അതൊക്കെ എനിക്കൊന്നും പറ്റത്തില്ല കേട്ടാ. ഞാനും പറഞ്ഞു കുറെ കുറ്റം. രണ്ടും കൊടുക്കണ്ടേ പണിയല്ലേ. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും ചാൻസ് കിട്ടുമ്പോ ഇതുപോലെ 2 പറഞ്ഞേക്കണം. ഇവിടെ വെച്ച് ഇങ്ങനെയുള്ള ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ തിരിച്ചൊന്നും അവർ പ്രതികരിക്കത്തില്ലല്ലോ. അവർക്ക് സന്തോഷമല്ലേ ഇതുപോലെയൊക്കെ യാത്രയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ തസ്മീർ മധുരമില്ല എന്നൊക്കെ പറഞ്ഞേട്ടാ. എപ്പോഴും എന്നെ കുറ്റം പറയുന്നത് മധുരമില്ല ഉണ്ടാ. ഇപ്പൊ തസ്മീരിട്ട ചായക്ക് മധുരം ഉണ്ടാ. അവനവൻ ചെയ്യുന്നതൊന്നും പറയത്തില്ലെന്നേ. ഇങ്ങനെയാണ് ഈ പുരുഷന്മാരൊക്കെ. നമ്മളെ സ്ത്രീകളെ കൂടെ കുറച്ച് മനസ്സിലാക്കണ്ടേ. കിട്ടിയ അവസരം ഞാൻ എന്തായാലും മുതലെടുത്തിട്ടുണ്ട്. ഇച്ചിരി കഷ്ടപ്പെട്ടിട്ട് മീൻ ഒക്കെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ എന്താ, തിരിച്ചൊരു പണി കൊടുക്കാൻ പറ്റിയില്ലേ. ഇങ്ങനെ നല്ല ചായയായിരുന്നു കേട്ടോ. തമാശ വേറെ, ചായ വേറെ.
ഇച്ചിരി മധുരക്കുറവുണ്ടായിരുന്നേ ഉള്ളായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഈ പുഴയും പാറക്കെട്ടുകളും മറ്റേ കടലൊക്കെ കടന്നു വന്ന് ഇതുപോലെ ചായ ഇട്ടൊക്കെ ടെന്റ് അടിച്ചിട്ട് കുടിക്കാൻ പറ്റിയില്ലേ, ഇത് തന്നെ മഹാഭാഗ്യം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങള് വലിയ ചാനലുകാരൊന്നും അല്ല, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകള് ഞങ്ങള് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. അതിനുശേഷം ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ടെന്റൊക്കെ അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, നാട് വിടാൻ വേണ്ടി. ഇനി ഇവിടുന്ന് കുറെ ദൂരം നടന്നിട്ട് വേണം റൂമിലെത്താൻ. പിന്നെ ദേ വെള്ളം കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കടല് കയറി വരുന്നതിന് മുമ്പ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുക. ഇനിയിപ്പോ പുഴയൊക്കെ നീന്തിയിട്ടാണ് പോകേണ്ടത്. എന്ത് രസമാണെന്നറിയാം പുഴ നീന്തി കിടക്ക. എത്ര നീന്തിയാലും മതിയാകത്തില്ല കേട്ടോ. കുറെ ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ ടെന്റ് അടിക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തുവാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലേ, പിന്നെ ഇവിടുത്തെ ഭംഗിയും കാഴ്ചകളും എല്ലാം കേട്ടാ. ടെന്റിന്റെ ഭംഗി കണ്ട, ടെന്റ് ഇങ്ങനെ നേരെ വെക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കും, അഴിക്കുമ്പോ കണ്ട അതിനുമ്പോ കൊട പോലെ ഇരിക്കും, അഴിച്ചു കഴിയുമ്പോ ചളാമുള. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.